യൂണിയൻ മിനിസ്റ്റർ പാർലമെന്റിൽ വെച്ചിട്ടുള്ള റിപ്പോർട്ട് കണ്ട് പാർലമെന്റ് അംഗങ്ങൾ മാത്രമല്ല രാജ്യം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സാവിത്രി ഠാക്കൂറാണ് ഈ ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ 65 ലക്ഷം കുട്ടികൾ സ്കൂൾ അതായത് പഠനം ഉപേക്ഷിച്ചു എന്നാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് മറ്റൊരു റിപ്പോർട്ട് നമ്മളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 89,000 സ്കൂളുകൾ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയെന്ന്. ഇതിപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ 65 ലക്ഷം കുട്ടികളാണ് സ്കൂൾ മതിയാക്കിയിട്ടുള്ളത്, നിർത്തിയിട്ടുള്ളത്. ഇതിൽ നമ്പർ 1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹബ്ബ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മോദിജിയുടെ സ്വപ്ന നാടായിട്ടുള്ള ഗുജറാത്താണ്. അവിടെ 5 വർഷത്തിനുള്ളിൽ 2,40,000 കുട്ടികളാണ് പഠനം ഉപേക്ഷിച്ചിട്ടുള്ളത്. 2024 വരെ നോക്കിക്കഴിഞ്ഞാൽ 55,000 കുട്ടികളാണ് പഠനം ഉപേക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ 2024 മുതൽ 2025 ഇതായി അവസാനിക്കുമ്പോൾ ഇപ്പോഴുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് 2,40,000 ഉയർന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ 1,85,000 കുട്ടികളോളം പഠനം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ 2024 മുതൽ 2025 കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞിട്ടുള്ള ഡാറ്റയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏകദേശം 340% വർധനവാണ് ഇതിലുണ്ടായിട്ടുള്ള എന്നാണ്. രണ്ടാമത് ഇതിൽ പറയുന്നത് ആസാമാണ്. മൂന്നാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെോട് പോലും കണ്ട് പഠിക്കണം എന്ന് പറയുന്ന യോഗിയുടെ സ്വർഗനാടായിട്ടുള്ള UP, ഉത്തർപ്രദേശ്. അവിടെ ഏകദേശം ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ 1 ലക്ഷം കുട്ടികളാണ് പഠനം ഉപേക്ഷിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്താണ്? ഇതിൽ പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ട് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫൈനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ്, ഫാമിലീസിന്റെ ഉള്ളിലുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂ. രണ്ടാമത് പറയുന്നത് ഈ കുട്ടികൾക്ക് ഒരുപക്ഷെ പഠിക്കാൻ താല്പര്യമില്ലായിട്ടായിരിക്കാം. ചിലപ്പോൾ ആയിരിക്കും. കാരണം കുറച്ച് വർഷങ്ങളായി കുട്ടികൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, പഠിക്കാതെ തന്നെ പലരും പല സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു BJP MP പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കറൻസി ഡിപ്രിസിയേറ്റ് ആകുന്നുണ്ട്. അതായത് ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കുറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മൾ പോക്കറ്റിൽ ഇട്ട് നടക്കുന്നത് ഡോളർ അല്ലല്ലോ, നമ്മൾ ഇന്ത്യൻ റുപ്പിയല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഇതെല്ലാം കേൾക്കുന്ന കുട്ടികൾ എന്ത് വിചാരിക്കണം? പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരുപക്ഷെ അതായിരിക്കാം ഒരു കാരണം. പഠിക്കാതെ തന്നെ പലതും നേടാമെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ബീഹാർ ഇലക്ഷൻ, അതിൽ BJP വാരിക്കോരി സീറ്റുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള പല സീറ്റുകളിലും വിജയിച്ചിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം സത്യപ്രതിജ്ഞ പോലും വായിക്കാൻ പറ്റാതെ ഒരുപാട് MLA മാർ അവിടെ കിടന്ന് മെഴുകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ കാണുന്നത്. ഇതാണ് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഒരു കണക്കുകൾ 65 ലക്ഷം എന്ന് പറയുന്ന കണക്കുകൾ അതിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പഠിച്ചിട്ടില്ലെങ്കിലും എന്തുമാവാം, എന്തും നേടാം എന്നൊരു മെസ്സേജാണ് ഈ ഒരു കാര്യത്തിലോട്ടൊക്കെ കൊടുക്കുന്നത്. ഒരു പാർട്ടിയെ മാത്രമല്ല, എല്ലാ പാർട്ടികളോടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളെ നിങ്ങൾ ഇലക്ഷന് നിർത്തുക, അവരെ ജയിപ്പിക്കുക, അതിലൂടെ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുക. കാരണം പഠിത്തം, എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒരു കാര്യവുമില്ല എന്നൊരു കാര്യമാണ് നിങ്ങൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ വിദ്യാഭ്യാസം പോയിട്ട് സ്കൂളിലെ പടി കയറാത്ത ആളുകളെ ഒരിക്കലും ഇതുപോലെ MLA-യും MP-യുമായി വിജയിപ്പിക്കാതെ ഇരിക്കുക. ഇത് കണ്ടു വളരുന്ന പുതിയൊരു തലമുറയുണ്ട്. അവർക്ക് ഇതൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ അവർ ഫോളോ ചെയ്യും. ഒരുപക്ഷെ അതും ഒരു കാരണമാവാം ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ 65 ലക്ഷം കുട്ടികൾ സ്കൂൾ ജീവിതം നിർത്താൻ വേണ്ടിയിട്ടുള്ള കാരണം. മറ്റൊരുപാട് കാരണങ്ങളുണ്ട്, അതിൽ ഇതും ഒരു കാരണമാവാം. പിന്നെ ഇതുപോലത്തെ റിപ്പോർട്ട് ഇടുമ്പോൾ ഒരുപാട് പേര് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഈ റിപ്പോർട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടിയടാ എന്ന്. അവരോട് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്.
പാർലമെന്റിൽ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സാവിത്രി ഠാക്കൂർ, അതായത് ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ഗവൺമെന്റിനോട് ചോദിക്കുക. പാർലമെന്റിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തു എന്ന് മാത്രം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.